അങ്ങനെ T20 ലോകകപ്പിലെ ഇന്ത്യയുടെ ആദ്യ മത്സരം ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിന് ഇറങ്ങി. പക്ഷേ സ്വാഭാവികമായിട്ടും വാങ്കഡയിലെ കാണികൾ ഒരുപാട് പ്രതീക്ഷിച്ചു. കാര്യം ലോകത്തിലെ ഒന്നാം നമ്പർ ടീം, ഒന്നാം നമ്പർ T20 ബാറ്റ്സ്മാൻ, അതെ T20 ബാറ്റ്സ്മാൻ ഉണ്ട്, ഒപ്പം വെടിക്കെട്ട് ബാറ്റ്സ്മാൻമാരുടെ നീണ്ട നിര, അതായത് 1 മുതൽ 8 വരെ കിടക്കുകയാണ്. അതെ, ഈ 8 വരെ കിടക്കുന്നതിൽ കുറച്ചൊരു സമാധാനത്തോടെ ബാറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് അക്സർ പട്ടേൽ മാത്രമാണ്. ബാക്കി എല്ലാ ആളുകളും വെടിക്കെട്ട് ബാറ്റ്സ്മാൻമാരാണ്. അതെ, അപ്പോൾ അങ്ങനെ ഒരു ബാറ്റിംഗ് നിരയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു കളിയാണ് കണ്ടത്. ഇന്ത്യ ജയിച്ചു എന്നുള്ളത് ശരിയാണ്, ആധികാരികമായ ജയം തന്നെയാണ്, അതിൽ സംശയവുമില്ല. പക്ഷേ USA പോലുള്ളൊരു ടീമിനോട് ഇങ്ങനെ ഉള്ളൊരു കളിയാണോ പ്രതീക്ഷിച്ചിരുന്നത് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന്? നമ്മളും അതേപോലെ തന്നെ ഈ മത്സരം കണ്ട വാങ്കഡയിലെ ആരാധകരും ഒരേപോലെ തന്നെ തുടക്കം കണ്ട് ഞെട്ടിയ ഒരു മത്സരമായിരുന്നു. അഭിഷേക് ശർമ്മ ഈ പറഞ്ഞതുപോലെ പല മത്സരങ്ങളിലും നമ്മൾ ഈ സമീപകാലത്ത് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ബാറ്റിംഗ്. പക്ഷേ അദ്ദേഹം നിരാശപ്പെടുത്തുന്ന മത്സരങ്ങളിലെല്ലാം അദ്ദേഹം ആദ്യ പന്തിലാണ് പുറത്താകുന്നത്. ഗോൾഡൻ ഡക്കാണ് അത്. അദ്ദേഹത്തിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് എങ്ങനെയാണോ അദ്ദേഹം 6 അടിക്കുന്നത് അത് തന്നെ അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ്സുമായി മാറുന്നതാണ് ഇന്നത്തെ മത്സരത്തിലും കണ്ടത്. അഭിഷേക് ശർമ്മ പുറത്താകുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ ഒത്തിരി ബാറ്റ്സ്മാൻമാർ ബാക്കി കിടപ്പുണ്ട്. എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. എല്ലാവരും വരുന്നു, കാടനടി അടിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഒരു വലിയ ഷോട്ടിന് ശ്രമിക്കുന്നു, പുറത്താകുന്നു. ഇത് റിപ്പീറ്റ് ചെയ്യുവാണ്. നമ്മളെങ്കിലും നമ്മൾ ഭയന്നില്ല. പക്ഷേ ഹാർദിക് പാണ്ഡ്യയുടെ വിക്കറ്റ് പോകുന്ന സ്ഥലത്ത് 77-6 ആ സമയത്ത് പിന്നെ നമുക്ക് ആകെ ബാക്കി ഈ അക്സർ പട്ടേലും സൂര്യകുമാർ യാദവുമാണ്. സമീപകാലത്ത്, അതായത് ലോകകപ്പിനൊക്കെ മുമ്പ് ഫോമിൻ്റെ പേരിൽ ഒരുപാട് വിമർശനം കേട്ട ന്യൂസിലൻഡ് പരമ്പരയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സൂര്യകുമാർ യാദവും അക്സർ പട്ടേൽ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ചേർന്ന് ക്രീസിൽ നിൽക്കുന്നു. സൂര്യകുമാർ യാദവിന് എന്താണോ ആ സമയത്ത് ആവശ്യം അത് അക്സർ പട്ടേൽ കൊടുക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത്. സൂര്യകുമാർ യാദവ് ആവട്ടെ തൻ്റെ തനത് ശൈലിയിൽ തന്നെ കളിച്ച് മുന്നേറി. ആ സമയത്താണ് കളിയിലെ അതിനിർണായകം എന്ന് വിശേഷിപ്പിക്കാവുന്ന മത്സരത്തിൻ്റെ 16ാമത്തെ ഓവർ വരുന്നത്. ഈ 16ാമത്തെ ഓവറിൽ ഇന്ത്യ നേടിയത് 21 റൺസാണ്. ഇതിൽ 11 റൺസ് അക്സർ പട്ടേലിൻ്റെ സംഭാവനയാണ്. ശേഷം സൂര്യകുമാർ യാദവ് തൻ്റെ ഡ്യൂട്ടി ഭംഗിയായിട്ട് നിർവഹിച്ചു. അവിടെ ഇന്ത്യ പതുക്കെ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത്ര നേരവും സൂര്യകുമാർ യാദവിന് സപ്പോർട്ട് കൊടുത്ത് തനിക്ക് എപ്പോഴാണോ ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടത് ആ സമയത്ത് ചെയ്ത അക്സർ പട്ടേലിന് ശരിക്കും നമ്മൾ കൈയടി കൊടുക്കണം. അക്സർ പട്ടേൽ അതിനുശേഷമുള്ള അടുത്ത ഓവറിൽ അക്സർ പട്ടേൽ പുറത്താകുന്നു. അക്സർ പട്ടേൽ പുറത്തായതിനു ശേഷം അർഷ്ദീപ് സിംഗ് ആണ് വരുന്നത്. അർഷ്ദീപ് സിംഗ് അക്സർ പട്ടേൽ പുറത്തായതിനു ശേഷമുള്ള ഫസ്റ്റ് പന്തിൽ തന്നെ ബൗണ്ടറി അടിച്ചാണ്. അവിടെ ഇന്ത്യക്ക് ഒരു ആഡ് ഓൺ ബൗണ്ടറിയാണ് കിട്ടുന്നത്. ശേഷം സൂര്യകുമാർ യാദവ് മനോഹരമായ രീതിയിൽ തൻ്റെ 50 പൂർത്തിയാക്കി. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ T20 കരിയറിലെ തന്നെ ഏറ്റവും മനോഹരമായ ഇന്നിങ്സുകളിൽ ഒന്ന് തന്നെയായിരുന്നു ആ 50 എന്ന് പറയാം. സൂര്യകുമാർ യാദവിൻ്റെ 50ക്ക് ശേഷം മത്സരത്തിൻ്റെ അവസാന സെക്കൻഡ് ലാസ്റ്റ് ഓവറിൽ സൂര്യകുമാർ യാദവ് കഴിവതും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് അർഷ്ദീപ് സിംഗ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്ട്രൈക്ക് കൊടുക്കാതിരിക്കാൻ തന്നെ മാക്സിമം പന്ത് നേരിടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അദ്ദേഹം ആ ഓവറിൽ 11 റൺസ് നേടി. അതിനുശേഷമാണ് അർഷ്ദീപ് സിംഗ് സ്ട്രൈക്ക് കൊടുക്കുകയും അർഷ്ദീപ് സിംഗ് ഒരു വലിയ ഷോട്ടിന് ശ്രമിച്ച് പുറത്താകുകയും ചെയ്യുന്നു. അവസാനത്തെ ഓവർ ഇനി പിന്നെ ഒപ്പം എത്തുന്നത് നമ്മുടെ വരുൺ ചക്രവർത്തിയാണ്. സൂര്യകുമാർ യാദവ് തന്നെ സ്ട്രൈക്കിലെത്തുന്നു. ആ ഒരൊറ്റ ഓവറിൽ നമ്മുടെ സ്കോറ് നമ്മുടെ 130 പ്രതീക്ഷിച്ചിടത്തുനിന്ന് സൂര്യകുമാർ യാദവ് നമ്മളെ 160 സ്വാഭാവികമായിട്ട് ഒരു വിന്നിങ് സ്കോർ തന്നെ നമുക്ക് കിട്ടുന്നു. പ്രത്യേകിച്ച് USA ആയതുകൊണ്ട് അവിടെ നമുക്കൊരു ചെറിയ ഭയം വാങ്കഡയാണ്. ഡ്യൂ ഫാക്ടറുണ്ട്. നമ്മുടെ ജസ്പ്രീത് ബൂംറ എന്ന സൂപ്പർ താരം കളിക്കുന്നില്ല. പകരം അടികൊണ്ടാൽ വീണ്ടും അടി വാങ്ങിക്കൂട്ടുന്ന 2 താരങ്ങളുണ്ട്. അതുപോലെ തന്നെ സിറാജിനെ സംബന്ധിച്ച് സിറാജ് ഒരു വലിയ റിസ്ക് ആണ് എടുക്കുന്നത് സിറാജിൻ്റെ കാര്യത്തിൽ. കാരണം ഇത്രയും ദിവസം പ്ലാനിൽ പോലും ഇല്ലാത്തൊരു താരം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഹർഷിത് റാനയ്ക്ക് പകരം ടീമിലെത്തുന്നു. ഇന്ന് ജസ്പ്രീത് ബൂംറയ്ക്ക് പനി പിടിക്കുന്നു. പെട്ടെന്ന് അദ്ദേഹം ഫൈനൽ 11ലേക്ക് വരുവാണ്. പക്ഷേ സിറാജ് എന്ന താരം എത്രത്തോളം പ്രഷ്യസ് ആണ് ഇന്ത്യക്ക് എന്നുള്ളത് അദ്ദേഹം വീണ്ടും തെളിച്ചിരിക്കുകയാണ്. 3 വിക്കറ്റുകൾ 4 ഓവറിൽ 29 റൺസ് വഴങ്ങി 3 വിക്കറ്റുകളാണ് അദ്ദേഹം എടുത്തത്. അതുപോലെ തന്നെ അർഷ്ദീപ് സിംഗും തൻ്റെ മനോഹരമായ ബോളിംഗ് തന്നെയാണ് പവർ പ്ലേയിലടക്കം കാഴ്ചവെച്ചത്. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വരുൺ ചക്രവർത്തി അക്സർ പട്ടേൽ സഖ്യം അവരെ അവരുടെ ജോലി ചെയ്തു. അവസാനം സിറാജും ഹാർദിക് പാണ്ഡ്യയ്ക്ക് മാത്രമാണ് ഇന്ന് വിക്കറ്റ് കിട്ടാതെ പോയത്. ബാക്കി എറിഞ്ഞ എല്ലാവരും നല്ല തല്ലും കൊണ്ട് 2-3 വിക്കറ്റുകളൊക്കെ വീഴ്ത്തി. ഏതായാലും നമുക്ക് 29 റൺസിൻ്റെ വിജയമാണ്. ആധികാരിക വിജയം തന്നെ. പക്ഷേ ബാറ്റിങ്ങിൽ നമ്മൾ
ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ എതിരാളികൾ നല്ലൊരു എതിരാളി വരുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സ്കോർ മതിയോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. പൊതുവേ ഇന്ത്യൻ ടീം പൊതുവേ കണ്ടുവരുന്നൊരു പ്രശ്നമുണ്ട്. അതായത് താരതമ്യേന ദുർബലരായ എതിരാളികളോട് ഒരു എന്താ പറയുക, അവരെ ഒരു കണക്കിലെടുക്കാത്ത രീതിയിലുള്ളൊരു സമീപനം എടുക്കുന്നത് കൊണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള ലോ സ്കോറുകൾ ഉണ്ടാവുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യേണ്ട അവസ്ഥ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ബാറ്റർമാരിലാകെ 2 പേര് മാത്രമാണ് വലങ്കയ്യന്മാർ. പ്രത്യേകിച്ചും മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഒരാൾ പോലും സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കാവുന്ന ഒരാൾ കുറവാണ്. പക്ഷേ സൂര്യകുമാർ യാദവ് ഇന്ന് ആ ഉത്തരവാദിത്വം നിർവഹിച്ചു. ഹാർദിക് പാണ്ഡ്യയെ നമുക്ക് വിശ്വസിക്കാം, പക്ഷേ ഹാർദിക് പാണ്ഡ്യയെ അദ്ദേഹവും ഒരു എക്സ്പ്ലോസീവ് ബാറ്റ്സ്മാൻ ആണ്. ക്രീസിൽ നിന്ന് കളിക്കാൻ അദ്ദേഹവും വലിയ താല്പര്യപ്പെടുന്ന ഒരാളല്ല. അതെ, അല്ല ഈ 2020 ആണെങ്കിൽ തന്നെയും പെട്ടെന്ന് കുറേ വിക്കറ്റ് വീണാൽ എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നുള്ളത് സൂര്യകുമാർ യാദവ് ഇന്ന് കാണിച്ചു തന്നു. ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തമായ ഇന്നിങ്സ് തന്നെയായിരുന്നു ഇന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ന്യൂസിലൻഡുമായിട്ടുള്ള ആ ഒരു സീരീസിൽ ഫോം വീണ്ടെടുത്തില്ലായിരുന്നെങ്കിൽ നമ്മളെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം തന്നെ നേരിടേണ്ടി വന്ന കാര്യം. അതിനിടയ്ക്ക് ഒരു കാര്യമാണ് പറഞ്ഞിട്ട്, ഒരു മലയാളി ആരാധകൻ എന്ന നിലയിൽ ശരിക്കും എനിക്ക് ഇന്ന് സഞ്ജു സാംസണെ മിസ് ചെയ്തു. സഞ്ജു സാംസൺ അദ്ദേഹത്തിൻ്റെ അവസരം വിനിയോഗിക്കാത്തതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ടീമിൽ നിന്ന് പുറത്തായത്. പക്ഷേ മിസ് ചെയ്തു. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലങ്കയ്യൻ ബാറ്റ്സ്മാനായിട്ട് സഞ്ജു ഈ ടീമിൽ ഉറപ്പായിട്ട് സ്ഥാനം അർഹിച്ചേനെ, പിടിക്കേണ്ടതായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ട്, കയ്യിലിരിപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ക്രിക്കറ്റാണ്, എന്ത് സംഭവിക്കാം. തുടർച്ചയായ 5 കളികളിൽ അവസരം കൊടുത്തു. പക്ഷെ എങ്കിലും അദ്ദേഹത്തിന് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്നുള്ളത് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. അതെ, പക്ഷേ എന്നാൽ പോലും നമുക്കത് പ്രതീക്ഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ബാറ്റിംഗ് നിര ഇന്ന് ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം, പക്ഷേ നാളെ ഒരു പക്ഷേ ചിലപ്പോൾ 290-300 എടുത്താൽ. അതെ, അപ്പോൾ നമുക്കത് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ സഞ്ജുവിനൊരു സ്ഥാനം ഇനി ഉണ്ടാകുക എന്നുള്ളത് ഈ T20 വേൾഡ് കപ്പിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഓക്കെ, സ്ഥാനം കിട്ടുന്നെങ്കിൽ നല്ലത് എന്നുള്ളതല്ലാതെ, അപ്പോൾ അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ നമ്മുടെ ഈ സ്റ്റാർ ബാറ്റർമാരിൽ ആരെങ്കിലുമൊക്കെ ഫോം ഔട്ട് ആവണം എന്നുള്ള ഒരു കാര്യം കൂടെ അവിടെ നമുക്ക് ആഗ്രഹിക്കാം. ഒരു ക്രിക്കറ്റ് പ്രേമി നമുക്ക് ആഗ്രഹിക്കാൻ പോലും അതെ, അത് പറയാൻ കഴിയില്ല. അത് മാത്രമല്ല, മറ്റൊരു രീതിയിലും ഒരു ഓൾറൗണ്ടർ എന്ന നിലയിൽ പോലും നമുക്ക് അദ്ദേഹത്തെ എടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ടീമിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. പിന്നെ ആകെ കഴിയുന്നത് സ്ഥിരമായി ഏതെങ്കിലും ഒരു ഇടംകയ്യൻ ബാറ്റർ പരാജയപ്പെടുകയാണെങ്കിൽ മാത്രം ഒരു വലങ്കയ്യൻ എന്നുള്ള ഒരു കൺസിഡറേഷനിൽ അദ്ദേഹത്തെ എടുക്കാൻ സാധിക്കും. അതല്ലാതെ ചാൻസ് വളരെ കുറവാണ്. മാത്രമല്ല ഇഷാൻ കിഷൻ ഇന്ന് അത്യാവശ്യം കളിക്കുകയും ചെയ്യും. 20 റൺസ് എടുത്തു. അതെ, അല്ല, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ആ 20 റൺസിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട്. അതെ, നമ്മൾ ജയിച്ച് 29 റൺസിനാണ്. ഇന്നത്തെ ദിവസം 3 മത്സരങ്ങളാണ് നടന്നത്. പാകിസ്ഥാൻ നെതർലൻഡ്സ് മത്സരം, അതുപോലെ തന്നെ സ്കോട്ട്ലൻഡ് വെസ്റ്റ് ഇൻഡീസ് മത്സരം, ഇന്ത്യ USA മത്സരം. 3 രാജ്യങ്ങൾ അസോസിയേറ്റ് രാജ്യങ്ങളാണ് ഇതിൽ പങ്കെടുത്തത്. പക്ഷേ ഒരു ക്രിക്കറ്റ് പ്രേമി എന്ന നിലയിൽ മനസ്സ് നിറച്ച 3 പോരാട്ടങ്ങളാണ് ഇന്ന് നടന്നതെന്ന് പറയാം. നെതർലൻഡ്സ് ശരിക്കും പാകിസ്ഥാനെ വിറപ്പിച്ചു എന്ന് പറയാം. വെള്ളം കുടിപ്പിച്ചു. പാകിസ്ഥാൻ ലക്കിന് മാത്രമാണ് ഇന്നത്തെ മത്സരം ജയിച്ചത്. സ്കോട്ട്ലൻഡിനെ സംബന്ധിച്ച് ബംഗ്ലാദേശ് മത്സരിക്കാത്തത് കൊണ്ട് ടിക്കറ്റ് ഉറപ്പിച്ച ടീമാണ് സ്കോട്ട്ലൻഡ് അവരുടെ ഡ്യൂട്ടി മനോഹരമായിട്ട് തന്നെ ചെയ്തു. വെസ്റ്റ് ഇൻഡീസിൻ്റെ T20-ലുള്ള ഒരു എക്സ്പ്ലോസീവ് ഒരു ബാറ്റിംഗ് ലൈനപ്പും അവരുടെ ആ ഒരു എക്സ്പീരിയൻസും കൊണ്ട് മാത്രം വെസ്റ്റ് ഇൻഡീസ് ഇന്നത്തെ മത്സരത്തിൽ മുന്നിൽ കയറി എന്ന് പറയാം. സ്കോട്ട്ലൻഡ് മികച്ച പോരാട്ടമാണ് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ USA നമ്മളെ ബാറ്റിങ്ങിൽ ശരിക്കും അവരുടെ ബോളർമാർ വെള്ളം കുടിപ്പിച്ചു. മാത്രമല്ല 4ാം വിക്കറ്റ് പാർട്ണർഷിപ്പ് ഉണ്ടായി. ഇന്ത്യക്ക് ചെറിയൊരു ഒരു ബുദ്ധിമുട്ട് നമ്മൾ നേരിട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് വിക്കറ്റുകൾ വീണതുകൊണ്ടാണ് പിന്നെ റെഗുലർ ഇൻ്റർവെല്ലിൽ, അതായത് 4ാം വിക്കറ്റ് പാർട്ണർഷിപ്പ് ഒഴിച്ച് അതിനുശേഷം റെഗുലർ ഇൻ്റർവെല്ലിൽ വിക്കറ്റുകൾ വീണുകൊണ്ട് മാത്രമാണ് നമുക്ക് വലിയ സമ്മർദ്ദമില്ലാതെ ജയിക്കാൻ കഴിഞ്ഞത്. അതെ, അപ്പോൾ ചുരുക്കി പറഞ്ഞ ഒരു ക്രിക്കറ്റ് പ്രേമിക്ക് ആവേശം തോന്നിക്കുന്ന 3 മത്സരങ്ങൾ ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചു. അതെ, ഇന്നൊരു ഹാട്രിക്കും പറഞ്ഞല്ലോ. അതെ, റൊമാരിയോ ഷെപ്പേർഡ് മനോഹരമായ ബോളിംഗ് ആയിരുന്നു കാഴ്ചവെച്ചത്. വെസ്റ്റ് ഇൻഡീസ് ഈ ടൂർണമെന്റിൽ എന്ത് അത്ഭുതമാണ് കാണിക്കാൻ പോകുന്നത്. കാരണം വെസ്റ്റ് ഇൻഡീസിന് നമുക്ക് ഒരിക്കലും എഴുതി തള്ളാൻ പറ്റില്ല. 2 തവണ വേൾഡ് കപ്പ് T20 വേൾഡ് കപ്പ് ജയിച്ച ടീമാണ്. അവരെ നമുക്ക് ഒരു കാരണവശാലും എഴുതി തള്ളാൻ പറ്റില്ല. എന്തായാലും വരും മത്സരങ്ങൾ കൂടുതൽ ആവേശകരമായി നമുക്ക് കാണാം. ഇന്ത്യയുടെ അടുത്ത മത്സരം വ്യാഴാഴ്ചയാണ്, നമീബിയക്കെതിരെയാണ്. നമീബിയ ഗ്രൂപ്പ് സ്റ്റേജിൽ ഇന്ത്യക്ക് ദുർബലരായ എതിരാളികൾ. എങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ ക്രിക്കറ്റിൽ ദുർബലർ എന്നില്ല, എന്തും ആർക്കും സംഭവിക്കും. T20 ക്രിക്കറ്റിൽ ഇന്നത്തെ പോലെ തന്നെ ഒരു ആവേശകരമായ മത്സരം നമുക്ക് കാണാൻ സാധിക്കട്ടെ. കാരണം ക്രിക്കറ്റ് പ്രേമി എന്ന നിലയിൽ നമുക്ക് ഇന്ത്യ ജയിച്ചു കയറണം എന്നാണ് ആഗ്രഹം. എങ്കിലും 1 സൈഡഡ് മാച്ച്
നമുക്ക് അത്ര സന്തോഷം നൽകുന്ന കാര്യമല്ല. നൽകുന്ന കാര്യമല്ല, ശരിയാണ്. അപ്പോൾ എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് ബാറ്റിങ്ങിൽ ഉണ്ടായ പാളിച്ചകൾ നമ്മളൊരു പരിധിവരെ ബോളിങ്ങിലൂടെ അതെ, ഏതൊരു ടീമിനെയും നേരിടുന്ന സമയത്ത് ആ ടീം എത്ര ദുർബലരാണെന്നോ അല്ലെങ്കിൽ ശക്തരാണെന്നോ കണക്കാക്കാതെ ഒരു സമീപനമാണ് വേണ്ടത് എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്ന ഒരു മത്സരമാണ് കഴിഞ്ഞത്. അതിൽ സംശയമില്ല. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ ഹർഷിത് റാണ പരിക്ക് പറ്റി പുറത്തു പോയതും സിറാജ് കയറിയതും ഒരു കണക്കിന് ഈ ഒരു മത്സരത്തിൽ നന്നായി എന്ന് തീർച്ചയായിട്ടും. കാരണം സിറാജിൻ്റെ എക്സ്പീരിയൻസ്, സിറാജിൻ്റെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ടെസ്റ്റിൽ 30 ഓവറുകൾ എറിയണോ, ഏകദിനത്തിൽ എറിയണോ, T20 എറിയണോ, ഒരു കാലത്ത് സിറാജിന് ക്ഷീണവും മടുപ്പുമില്ല. സിറാജ് എപ്പോഴും അവൈലബിൾ ആണ്. നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ട ഒരു പ്ലെയർ തന്നെയാണ് സിറാജ്. തീർച്ചയായിട്ടും അടുത്ത മത്സരങ്ങൾ കൂടുതൽ ആവേശകരമാവട്ടെ. സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരു മൊത്തത്തിൽ ക്രിക്കറ്റ് പ്രേമികൾക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് ഇന്ത്യ-പാകിസ്ഥാൻ മത്സരമില്ല. അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നു. ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡ് പാകിസ്ഥാന്റെ കാല് പിടിക്കുന്നു, എങ്ങനെയെങ്കിലും ഈ മത്സരം നടത്തണം, ഞങ്ങളുടെ റവന്യൂവിനെ ബാധിക്കും എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു. പാകിസ്ഥാൻ കൺസിഡർ ചെയ്യും എന്ന് നമുക്ക് വിശ്വസിക്കാം, വിചാരിക്കാം. അതെ, അങ്ങനെയുണ്ടെങ്കിൽ അത് നടക്കട്ടെ. അല്ലെങ്കിൽ ബാക്കിയുള്ള മത്സരങ്ങൾ കൂടുതൽ ആവേശകരമാവട്ടെ.